ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി സിപ്പിൻ്റെ 2 ഓഫറുണ്ട്. അപ്പോൾ ഇതിന് നമ്മളിന്ന് ബോക്സിൽ വയ്ക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് മില്ലിയാനത്തിൻ്റെ 2 ട്യൂട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത്ര രീതിയിലുള്ള ട്യൂട്ടറാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ 2 ഫിൽറ്റർ കപ്പാസിറ്ററും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫിൽറ്റർ കപ്പാസിറ്റർ ട്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. ട്യൂട്ടറിൻ്റെ ഏതെങ്കിലും ഒരു ടെർമിനലിൽ ഈ ഫിൽറ്റർ കപ്പാസിറ്റർ വെച്ചാൽ മതിയാവും. കാരണം ഇതിന് പോസിറ്റീവ് നെഗറ്റീവ് എന്ന പൊളാരിറ്റി ഇല്ലാത്തത് കൊണ്ട് എങ്ങനെ വെച്ചാലും വർക്കാവാൻ സാധ്യതയുണ്ട്. ഓൾറെഡി എൻ്റെ കയ്യിൽ 8 ഇഞ്ചിൻ്റെ ഒരു 2 ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ബോക്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ട്യൂട്ടർ വയ്ക്കേണ്ട ഹോളില്ല, എയർ ഹോളിൻ്റെ ഹോളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എയർ ഹോളിനെ തട്ടിക്കളഞ്ഞിട്ട് ട്യൂട്ടർ വയ്ക്കാന്നുള്ള സെറ്റപ്പിലാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നീളത്തിന് വയർ വേണം. ഈ ബോക്സിനകത്ത് സ്പീക്കറിൻ്റെ വയർ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോളുണ്ട്. അപ്പോൾ ആ ഹോൾ വഴി നമ്മൾ എടുത്തിട്ടുള്ള വയറിനെ പുറത്തേക്ക് എടുത്തതിന് ശേഷം ഉള്ളിൽ ആവശ്യമായിട്ടുള്ള കണക്കിൽ വെച്ചിട്ട് ഒരു മുടിച്ചിട്ട് കൊടുക്കുക. എന്നാലേ പുറത്തേക്ക് വലിച്ചാൽ വരാതിരിക്കത്തുള്ളൂ. എന്നിട്ട് പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക. അടുത്തതായി ട്യൂട്ടറിൽ കണക്ട് ചെയ്ത വയർ എടുത്ത് നമ്മൾ ഊഫറിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ട്യൂട്ടറിൽ നിന്നുള്ള പോസിറ്റീവ് ഊഫറിൻ്റെ പോസിറ്റീവിലോട്ടും ട്യൂട്ടറിൻ്റെ നെഗറ്റീവ് ഊഫറിൻ്റെ നെഗറ്റീവിലോട്ടും കണക്ട് ചെയ്യുകയാണ്. അങ്ങനെ കണക്ഷൻ എല്ലാം കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം ബോക്സിനകത്ത് വെച്ച് സ്ക്രൂ ചെയ്താൽ മാത്രം മതി. ചെറുതായിട്ടൊന്ന് ട്യൂട്ടർ ചെക്ക് ചെയ്തതാണ് ഈ വീഡിയോ. സ്പീക്കർ ബോക്സിൽ നിന്ന് എങ്ങനെ എയർ ഹോളിൻ്റെ ക്യാപ്പ് പൊട്ടിക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു കത്തിരി എടുത്തതിന് ശേഷം ഈ എയർ ഹോളിൻ്റെ സൈഡിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് പൊട്ടിഞ്ഞ് പീസായിട്ട് പോകണം നമുക്ക് കാണാൻ പറ്റും. ഇത് ഇളക്കിയതിന് ശേഷം അടുത്ത പരിപാടി ആ എയർ ഹോളിലേക്ക് നമ്മൾ ട്യൂട്ടർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം കാണിച്ചതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റെപ്സും ഫോളോ ചെയ്താൽ മതി. അങ്ങനെ 2 സ്പീക്കറും ബോക്സിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു സ്ക്രൂ വാങ്ങിച്ച് ഇത് കറക്റ്റാണ് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ വയ്ക്കുന്ന രീതിയിലുള്ള ബോക്സാണ്. ഇനി സ്പീക്കർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കടയിൽ പോയി കുറച്ച് സ്ക്രൂസ് എല്ലാം വാങ്ങിയിട്ട് സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ സ്പീക്കർ ഗ്രില്ലാണ് കിടിലം, ഒരു രക്ഷയില്ല. അങ്ങനത്തെ രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി കറക്റ്റായിട്ട് സ്പീക്കർ കവറാവുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമുക്കിവിടെ സ്ക്രൂ ചെയ്ത് വെച്ചാൽ മതി. ഇതിൻ്റെ 2 സൈഡിലും സ്ക്രൂസ് ഉണ്ട്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ലുക്ക് ഇതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നോക്കണ്ടേ. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.